ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം അധികം ഉറപ്പാക്കേണ്ടിയ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതും നിർണയപ്രകാരം അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതും അവൻ നമുക്ക് നൽകുന്നത് സകലതും നന്മയ്ക്കായിട്ടാകുന്നു, അത് കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മിൽ ഉടലെടുക്കേണ്ടതാകുന്നു. പലപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുമ്പിൽ തലയുയർത്തുമ്പോൾ അവിടെ നാം നമ്മെ തന്നെ ശപിക്കുന്നവരായി തീരാതെ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവതേജസ്സിൻ്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ബലം സംഭരിച്ച് കൃപയേറ്റെടുത്ത് മുന്നേറുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിലൂടെ ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ദൈവനാമത്തിന് അധികം പ്രയോജനപ്പെടുവാൻ ഈ പകൽ നമ്മെ വിട്ടുകൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവജനത്തെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അനുഗ്രഹമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.